നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. CBSE പരീക്ഷയിൽ 500-ൽ 499 മാർക്ക് നേടി പേരാമ്പ്ര സ്വദേശി അനാമിത്ര. സെന്റ് മീരാസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അനാമിത്ര 500-ൽ 499 മാർക്ക് നേടി കോഴിക്കോട് ജില്ലയിൽ 1ാം റാങ്ക് നേടി. പേരാമ്പ്ര സെന്റ് മീരാസ് പബ്ലിക് സ്കൂളിലായിരുന്നു പഠനമെന്ന് റാങ്ക് ജേതാവ് അനാമിത്ര പറഞ്ഞു. എനിക്ക് ഇപ്പോൾ CBSEൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് എൻ്റെ റിസൾട്ടിലത്തെ 499 കിട്ടിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ടീച്ചേഴ്സിനോടും പിന്നെ പാരൻസിനോടും പിന്നെ എൻ്റെ ഫാമിലിയിലത്തെ മാമന്മാരും പിന്നെ മാമിയും അമ്മമ്മേനോടും പിന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിൻ്റെയോടും എല്ലാവരോടാണ്. ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് തന്നത്. കുറേ റിവിഷൻ ടെസ്റ്റും മോഡൽ എക്സാമും ഒക്കെ നടത്തിയിരുന്നു. അതൊക്കെ പഠിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ റിസൾട്ട് കിട്ടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഹോബി റീഡിംഗ് ആണ്. എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ വളരെ ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ബുക്ക് ഹെലൻ കെല്ലറിൻ്റെ ബുക്കാണ്. ഹെലൻ കെല്ലർ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടും നല്ല സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സ് എടുക്കുന്നത് എനിക്ക് നല്ലപോലെ എനിക്ക് മനസ്സിലാവാറുണ്ട്. ടീച്ചേഴ്സ് നല്ലപോലെ ക്ലാസ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് അധികം പോർഷൻസ് അപ്പം തന്നെ കറക്റ്റ് മനസ്സിലാക്കി കിട്ടാറുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് അന്നുള്ള വർക്കൊക്കെ ചെയ്ത് പിന്നെ റിവിഷൻ ടെസ്റ്റും മോഡൽ എക്സാമും ഒക്കെ നല്ലതുപോലെ 100 മാർക്കിന് നടത്തിയതിനെ കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ പറ്റി. പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ അനിയൻ എനിക്ക് വലിയ സപ്പോർട്ടായിട്ടുണ്ട്. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുകയും ഇവൻ എൻ്റെ ഈ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അത് ഇവൻ്റെ ഒരു പങ്കൊക്കെ പറയുമ്പോഴാണ്. വിജയമറിഞ്ഞ് അധ്യാപകരും സുഹൃത്തുക്കളും ബന്ധുക്കളും അനാമിത്രയെ കാണാനെത്തി ആശംസകൾ അറിയിച്ചു. കേക്ക് മുറിച്ചും മധുരം നൽകിയും വിജയം ആഘോഷമാക്കി മാതാപിതാക്കളും ബന്ധുക്കളും. അനാമിത്രയ്ക്ക് ചെറുപ്രായത്തിൽ തന്നെ നിരവധി സമ്മാനങ്ങളും ആദരവും ഇതിനോടകം കിട്ടിക്കഴിഞ്ഞു. ഇത് അനമിത്ര BS LKG ക്ലാസ്സിൽ സെന്റ് മീരാസ് പബ്ലിക് സ്കൂളിൽ ചേർന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ 10ാം ക്ലാസ്സിൽ ഇപ്പം ഞങ്ങളുടെ CBSE റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഒരുപാട് ഉയരങ്ങളിലെത്തിച്ച് 500-ൽ 499 മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. LKGയിൽ ചേർന്നിട്ട് ഇന്ന് 12 വർഷം ആയപ്പോഴും പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അനമിത്ര. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ 11th 12th ക്ലാസ്സുകൾ ഇല്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ നിന്നും വേറെ സ്കൂളിലേക്ക് മാറിപ്പോകുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സങ്കടമുണ്ട്. അത്രയും എല്ലാ ടീച്ചേഴ്സിൻ്റെ എല്ലാ അധ്യാപകരുടെയും മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചിരുന്ന ആളാണ് അനമിത്ര. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണിത്. ഒരു വിദ്യാർത്ഥിനി എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു മാതൃകയാണ് ശരിക്കും അനമിത്ര എന്ന് പറയുന്നത്. നമ്മുടെ മൂല്യസങ്കല്പങ്ങളൊക്കെ മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലൊക്കെ അനമിത്ര ഞങ്ങൾക്ക് ശരിക്കും ഒരു അഭിമാനമാണ്. എല്ലാ മൂല്യങ്ങൾക്കും വില കൽപ്പിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു വിദ്യാർത്ഥിയുടെ പാഠ്യേതര എല്ലാ രംഗങ്ങളിലും അവള് മികവ് കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിനെ ശരിക്കും ഒരു അക്ഷയനിധി എന്നൊക്കെ പറയാം. അവളെ മുൻനിർത്തി ഇങ്ങനെ പറയാമെന്നറിയില്ല. ശരിക്കും ഞങ്ങൾക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് അനമിത്ര ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോവുക എന്നത്. പിന്നെ സാഹിത്യ മത്സരങ്ങളിലൊക്കെ അനമിത്ര അവളുടേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസംഗ കലയിൽ നമ്മുടെ ഭാവിക്ക് തന്നെ ഒരു വലിയൊരു വാഗ്ദാനമാണ് അനമിത്ര എന്നത്. പഠനത്തിൽ സഹായിച്ച അധ്യാപകരെയും ബന്ധുക്കളെയും മാതാപിതാക്കൾ അഭിനന്ദിച്ചു. അപ്പം ഞാൻ അനാമിത്രയുടെ ഫാദർ. അപ്പോൾ അനാമിത്രയെ സംബന്ധിച്ചിടത്തോളം ഈ പഠന കാര്യങ്ങളിൽ ഒരിക്കലും ഇവളോട് പഠിക്കും മോളെ എന്ന് പറയേണ്ടി വരാറില്ല. അതായത് ഇവളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കുറേ താമസിച്ചാൽ വരിക. പക്ഷെ ഇവളെ സംബന്ധിച്ചോളം എത്രയും പെട്ടെന്ന് തന്നെ പഠന കാര്യങ്ങളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ പഠിച്ച് തീർത്തിട്ട് മാത്രമേ അവർ ബാക്കി കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഒരു ബ്ലെസ്സിങ് ആണ്. സ്കൂളിൽ പോകുമ്പം ആദ്യകാലങ്ങളിൽ
കുറച്ച് മടിയെല്ലാം ഉണ്ടായിരുന്നു. അതായത് ഈ LKG UKG സമയങ്ങളിലെല്ലാം. പക്ഷെ പെട്ടെന്ന് തന്നെ അത് മാറി. അപ്പോൾ മാറിയെടുത്തതിൽ ഒരു വലിയൊരു ക്രെഡിറ്റ് കൊടുക്കാനുള്ള ഈ സെൻറ് മീരാസിലെ ടീച്ചേഴ്സിന് തന്നെയാണ്. ഇപ്പം ഞാൻ അന്നേരം ഓർക്കുന്ന അന്നേരം ഒരു കാമാക്ഷി മിസ്സെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ മടിച്ച് കളിക്കുന്ന സമയത്ത് അവർക്കെല്ലാം വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഇവളെ സ്കൂളിൻ്റെ ആ ശരിയായ ഇതിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഇവളെ സംബന്ധിച്ചോളം ഈ മറ്റ് കാര്യങ്ങൾ എക്സ്ട്രാ കരിക്കുലർ, അതായത് പ്രസംഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ വലിയൊരു താല്പര്യമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ലെവലൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതിൽ വിജയമാകാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് മറ്റ് സാഹിത്യരചന മത്സരങ്ങളെല്ലാം ആ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ പറയാനുള്ളത്. പിന്നെ അതേ എക്സാമിൻ്റെ ആ ഒരു ടൈമിലെല്ലാം എന്ന് വെച്ചാൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തിട്ട് ആ സമയത്ത് തന്നെ നല്ല രീതിയിൽ എക്സാം കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. ഈ വിജയത്തിൽ അതിയായ സന്തോഷമുണ്ട്. 500-ൽ 499 മാർക്ക് മോള് വാങ്ങി എന്നതിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള ഒരു മെറിറ്റായി എനിക്ക് അഭിമാനമുണ്ട്. കാരണം മോളുടെ അക്കാഡമിക്കായ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. മോൾ ഉണരുന്നതിന് മുന്നേ ജോലിക്ക് പോവുക, ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് തിരിച്ചെത്തുന്ന ഒരു ട്രെൻഡായിരുന്നു എൻ്റെ മീൻസ് കരിയർ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം മോളുടെ പഠന കാര്യങ്ങളൊക്കെ കൂടുതലും വീട്ടിൽ നിന്നും ശ്രദ്ധിച്ചിരുന്ന മാമന്മാരും അതേപോലെ മാമിയും അമ്മയും ഒക്കെ ആയിരുന്നു മോളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ അധ്യാപകരുടെ ആ ഒരു ഗൈഡൻസ് മോൾക്ക് എല്ലാ മേഖലയിലും മീൻസ് സാഹിത്യരംഗങ്ങളിലും അതേപോലെ പ്രസംഗ മത്സരങ്ങളിലും ഒക്കെ മോൾക്ക് സംസ്ഥാന തലം വരെ വിജയം കൈവരിക്കാൻ മോൾക്ക് സഹായകരമായിട്ടുണ്ട്. മോളോട് ഞാൻ വിളിച്ച് പറയുമ്പോൾ മോളെ പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മോൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പതിവാണ്. അതുകൊണ്ട് മോൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷൻ അറിയാറില്ല. പിന്നെ എനിക്ക് മാത്സൊക്കെ ടീച്ചർ പറഞ്ഞെടുത്ത് ഡൗട്ടുകളെല്ലാം ടീച്ചർ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അധ്യാപകരുടെ സപ്പോർട്ട് തന്നെയാണ് മോളെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്ന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ചെറിയ ക്ലാസ് മുതലേ മോളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആ മേഖലയിലേക്ക് മോളുടെ കഴിവിനെ വികസിപ്പിക്കാൻ അവിടെയുള്ള മുഴുവൻ അധ്യാപകർക്കും സാധിച്ചു എന്നുള്ളത്. വടകര എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി കെ സൗമ്യന്റെയും താനൂർ ടൗൺ GMUP സ്കൂൾ അധ്യാപിക PC ബീജയുടെയും മൂത്ത മകളാണ് അനാമിത്ര. സഹോദരൻ യദുകൃഷ്ണ. കോഴിക്കോട് CMI പബ്ലിക് സ്കൂളിൽ സ്കോളർഷിപ്പോടെ ഇനി അനാമിത്ര പഠനം തുടരും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.